അതുകൊണ്ട് വി ഡി സതീശ നീ കെ ദാമോദര മേനോന് ജനിച്ചാ പോരായിരുന്നു, പകരം എം വാസുദേവൻ പിള്ളയ്ക്ക് ജനിക്കണമായിരുന്നു. നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് കേരളത്തിന്റെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി സഖാവ് വി ശിവൻകുട്ടി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും സംഘപരിവാർ അനുകൂലിയും സംഘപരിവാർ ചിന്താഗതിക്കാരനും കോൺഗ്രസ് നേതാവുമായ വി ഡി സതീശനെതിരെ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അതായത് സഖാവ് വി ശിവൻകുട്ടി RSSനെതിരെ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് പോരാട്ടം നടത്തുമ്പോൾ വി ഡി സതീശൻ വള്ളി നിക്കറിട്ടുകൊണ്ട് നടക്കുകയായിരുന്നു. ഞാൻ ഒരിക്കലും അതിനോട് യോജിക്കുന്നില്ല. വള്ളി നിക്കറിട്ടുകൊണ്ട് നടക്കുകയാണോ അല്ല എന്നുള്ളതല്ല ഇവിടെ വിഷയം. ആ സമയത്ത്, അതായത് വി ശിവൻകുട്ടി സഖാവ് സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടം നടത്തി എന്നുള്ളത് ചരിത്രമാണ്. പക്ഷെ ആ സമയത്ത് വി ഡി സതീശൻ എന്ത് നടത്തി എന്നുള്ളതും ചരിത്രങ്ങൾ തിരിഞ്ഞു നോക്കണം. ചരിത്രങ്ങൾ തിരഞ്ഞപ്പോൾ ഒരു ഉത്തരം കിട്ടി. ആ ഉത്തരവും ഒരു പോരാട്ടമായിരുന്നു. ആ പോരാട്ടം എന്തായിരുന്നു എന്ന് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ആ പോരാട്ടത്തിന്റെ ഭാഗമായി കൂടെ ഉണ്ടായിരുന്ന ആ ധീര വനിത പറയുന്നതായിരിക്കും നല്ലത്. ആ ധീര വനിതയുടെ വെളിപ്പെടുത്തലുകൾ നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം. ആദ്യമേ പറയാം, കൊച്ചുകുട്ടികൾ ഈ വീഡിയോ കാണരുത്. ഈ വീഡിയോ കാണുന്നവർ ഹെഡ്ഫോൺ ഉപയോഗിച്ച് ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങൾ കാണാൻ ശ്രമിക്കുക. എന്തായാലും ആ ധീര വനിതയുടെ വി ഡി സതീശനെ കുറിച്ചുള്ള ആ പോരാട്ടത്തിന്റെ ഭാഗമായ വാക്കുകൾ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ MLA വി ഡി സതീശനില്ലേ, പരമനാറി, അവനിപ്പോഴല്ലേ MLA ഇത് കുന്നാറി. അവര് താരകൻ എന്നെ കെട്ടിയെന്ന് പറഞ്ഞുകൊണ്ടും എന്നെ ഇവ വേശ്യെന്ന് വിളിച്ച് ഈ കുണ്ണൊക്കെ എന്താ ചെയ്യാൻ എന്നെ വേശ്യെന്ന് വിളിക്കാൻ? ഇവൻ നേതാവ് അവിടേന് മുമ്പ് തുടങ്ങി പറൂര് വന്നിട്ട് വെടിവെപ്പല്ലാണ്ട് അവന്റെ കയ്യിലില്ല. സ്റ്റഡി അണ്ടർവോർ കീറി വന്നവനെ താരകനാണ് ഇവിടെ ഇരുത്തി പരിപ്പോടെ ചായയും കട്ടൻ ചായയും കൊടുത്ത് ഈ കുടിയനായി കഴിഞ്ഞപ്പോ അവൻ കൊള്ളൂലാത്തവനായി. ഇവനെന്തു മാനിയനെന്നാണ് പറയണ ഈ രമേശൻ കുറുപ്പ്. രമേശൻ കുറുപ്പ് പരമനാറി ചേറ്റ. അവനും പറഞ്ഞു ഇവര് രണ്ടേരും കൂടി എന്നെ കൊണ്ടുപോയിട്ട് നന്നായിട്ട് കളിച്ചു. ഇപ്പൊ മരി നല്ല മാന്യനായിട്ട് ആ താരകന്റെ കയ്യിലും കൊടുത്ത കുണ്ണകട് മരിപ്പൊ വലിയ ആളാ വീണ. വലിയ പറൂര് കൊറേ ഊളാച്ചി കാര്യത്തികളുണ്ട്, നായരിച്ചികള്. ഇവിളൊക്കെയാണ് ഇവനെ പണ്ണാൻ കൊടുത്തുകൊണ്ടിരിക്കണത്. ഇവിളൊക്കെയാണ് പൊക്കി വെച്ചുകൊണ്ട് നടക്കണത്. മൂറി എടാ നിനക്കൊക്കെ നാണൂലേടാ. നീയൊക്കെ MLA ഓഫീസിൽ കയറിയത് താരകം വഴിയല്ലേടാ കുണ്ണകളെ നീയൊക്കെ കയറിയത്. ഇപ്പൊ നീയൊക്കെ വലിയ ആളായി നാറികളെ. അപ്പൊ അവൻ കൊള്ളൂല, താരകം കൊള്ളൂലാത്തവൻ. അവൻ വെള്ളോടി. നീയൊക്കെ വെള്ളവും അടിക്കണത് പെണ്ണു കൊടുത്തോ ഉണ്ട്. MLAയുടെ ഓഫീസിൽ പെണ്ണു പിടിക്കണതും പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് പണ്ണണതും എല്ലാവർക്കും അറിയാടാ കുണ്ണകളെ കൂറന്മാരെ. അപ്പോൾ വി ഡി സതീശ, നീ താരകനുമൊപ്പം ആ പെണ്ണിന്റെ അടിപ്പാവാടയും കഴുകി അവളുടെ മറ്റേത് മണപ്പിച്ച് നടന്ന സമയത്ത് 1985 തിരുവായ്ക്ക് എതിർവായില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു. MG കോളേജ് ABVP അടക്കി ഭരിച്ചിരുന്ന ആ കോളേജിലേക്ക് ഒരു ചെറുപ്പക്കാരൻ നെഞ്ചു വിരച്ച് വിരൽ ചൂണ്ടി മുദ്രാവാക്യം വിളിച്ച് കടന്നു ചെന്നു. ആ പോരാട്ടം നടത്തിയ നേതാവിന്റെ പേരാണ് വി ശിവൻകുട്ടി. ആ കാലഘട്ടത്തിൽ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ അനന്തപുരിയിൽ ഇടതുപക്ഷ പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിലുണ്ടായിരുന്നു ആ നേതാവ്, അതായത് തിരുവനന്തപുരത്തിന്റെ പ്രക്ഷോഭകാരി. ആ പ്രക്ഷോഭത്തിൽ നിരവധി തവണ പോലീസിന്റെ മർദ്ദനമേറ്റിട്ടുണ്ട്, ചോര ഒലിച്ചു കിടന്നിട്ടുണ്ട്. അപ്പോഴും ഒരടി പിന്നോട്ട് പോകാതെ നട്ടല് പണയം വെക്കാതെ സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടം തന്നെയായിരുന്നു സഖാവ് വി ശിവൻകുട്ടി നടത്തിയത്. അത് ചരിത്രമാണ്. ആ സമയത്ത് കള്ളും കുടിച്ച് താരകനോടൊപ്പം പെണ്ണ് പിടിച്ച് നടന്ന നിനക്ക് അതുപോലൊരു നേതാവാകണമെങ്കിൽ, അതായത് വി ശിവൻകുട്ടിയെ പോലൊരു നേതാവാകണമെങ്കിൽ നീ കെ ദാമോദര മേനോന് ജനിച്ചിട്ട് കാര്യമില്ലായിരുന്നു. പകരം വി ശിവൻകുട്ടി സഖാവിന്റെ പ്രിയപ്പെട്ട പിതാവ് എം വാസുദേവൻ പിള്ള എന്ന ആ നല്ല മനുഷ്യന് ജനിക്കണമായിരുന്നു. പക്ഷെ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. വി ശിവൻകുട്ടിയെ പോലെ ഒരു നേതാവ് നീ ആകത്തൊന്നുമില്ല. ഇനി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാകാനുള്ള യോഗ്യത പോലുമില്ല എന്ന് നീ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ വി ഡി സതീശൻ, നിങ്ങൾ ഒരു KSUക്കാരനെ പോലെ തരം താന്നുകൊണ്ടിരിക്കുകയാണ്. KSUക്കാരന്മാർ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസുകാർ തമ്മിൽ തല്ലുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്നത് പോലെയാണ് നിങ്ങൾ മൈക്കിന് മുമ്പിലും സ്റ്റേജിലും കയറി നിന്ന് പ്രസംഗിക്കുന്നത്. പണ്ട് നിങ്ങളെ ഒരിക്കൽ നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് K സുധാകരൻ ഒരു വാക്കുകൊണ്ട് നിങ്ങളെ വിളിച്ചിരുന്നു. തമിഴ്നാട്ടിൽ അതിന് വേറെ പേരാണ്, മുടിയെന്നൊക്കെ പറയും. എന്തിനാണോ ഇങ്ങനെ ജീവിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കോപാളി ജീവിതം കിട്ടുന്നത്? വല്ല കാട്ടിലേക്ക് പൊയ്ക്കൂടെ? 2026 ആയില്ലേ? തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ കാത്തിരിക്കണ്ട, പൊയ്ക്കോ, കാട്ടിലേക്ക് പൊയ്ക്കോ, ഉൾക്കാട്ടിലേക്ക് പൊയ്ക്കോ. അപ്പൊ എല്ലാവർക്കും നന്മകൾ നേരുന്നു.